ചേട്ടാ ഇത് നമ്മുടെ പൂജാ റൂമാണ്. പൂജാ റൂമിലൊരു ഫാനും ഇത് വന്നിട്ട് ലാമ്പുമാണ്. ഇത് നമ്മുടെ ഔട്ട് സൈഡ് ഫോയറാണ്. ഫോയറിലേക്ക് 1 2 3 4 5 സർഫസ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഫോയറിലേക്ക് ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. ഇത് ഫാന്. ഇതെല്ലാം F2 എന്ന് പറയുന്നത് ഇതാ ഇവിടെ ആയിട്ട് വരും. ബോക്സ് അവിടെ ഇറക്കിയിട്ടുണ്ട്. ബെല്ലും കൊണ്ടുവന്ന് അവിടെ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ അവിടെ വരുന്ന ഹാളിൻ്റെ എടുക്കുകയാണെങ്കിൽ ഇതൊരു ഫാന് ബീമിൻ്റെ അടുത്താണ് വരുന്നത്. ഇത് ലാമ്പും ഇതിനകത്ത് ഫാനും വന്നിട്ടുണ്ട്. സ്പീക്കർ 30 സെൻറ്റിമീറ്ററിൽ ഇവിടെ ഇരിപ്പുണ്ട്. 220 സെൻറ്റിമീറ്ററിൽ അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ ഇവിടെ ചെയറിൻ്റെ ഹൂക്ക് കനമുള്ളത് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ലൈറ്റിൻ്റെത് ഒരടി മാറ്റി വയ്ക്കാൻ പറഞ്ഞാൽ മാറ്റി വെച്ചു. ഇത് ഫാനാണ്. ഇത് കിച്ചൺ എടുക്കുകയാണെങ്കിൽ ഇത് ലാമ്പാണ്. ഇവിടെ ഫാന് വരുന്നുണ്ട്. ഇത് വീണ്ടും ലാമ്പാണ്. നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയ എടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഫാനാണ്. അതുപോലെ ഇതും ഫാനാണ്. ലാമ്പ് വന്നിട്ട് 1 2 3 4 ലാമ്പുണ്ട്. ഈ ലാമ്പ് വന്നിട്ട് പുറത്ത് ഔട്ട് സൈഡ് സ്റ്റെയർ കേസിന് വരും. അതിൻ്റെ 2 വേ മുകളിലോട്ട് പൊക്കി വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയയിൽ വേണ്ട 2 ഹെവി ഹൂക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അകത്തെ ഫാനിനും ഒരു ഹൂക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഡൈനിങ് ഹാളിൽ വരുന്ന വാഷ് ബേസിൻ്റെ സർഫസ് ലാമ്പ്. ഡൈനിങ് ഹാൾ എടുക്കുകയാണെങ്കിൽ ഡൈനിങ് ഹാളിൻ്റെ 2 ഹൂക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കോർണറിലെ റൂം എടുക്കുകയാണെങ്കിൽ കോർണറിലെ റൂമിലേക്ക് ഇത് ഫാനാണ്. മെയിൻ ഫാന് 1 8 പോകുന്ന 2 വേ. ഇത് വന്നിട്ട് കൺസീൽഡോ സർഫസോ എന്തോ ഒരു ലാമ്പാണ്. ഇത് വന്നിട്ട് സർഫസ് ലാമ്പാണ്. അവിടെ ഒരു ഹൂക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ലാമ്പിനുള്ള ഹൂക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഫാനിനുള്ള ഹൂക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കൺസീൽഡ് ലൈറ്റിനുള്ളത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫാനിനുള്ള ഹൂക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂം നമ്പർ 2 ആണ്. ഇവിടെ ഹൂക്ക് ഒരെണ്ണം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫാനിൻ്റെ ഹൂക്കാണ്. ഇത് ലാമ്പിൻ്റെ ഹൂക്കാണ്. ഫാനിൻ്റെ ഒരു ഹൂക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് സർഫസ് ലാമ്പ്. ത്രീ എടുക്കുകയാണെങ്കിൽ ടോയ്ലറ്റ് 2 and 3 ലാമ്പ് സർഫസ് ലാമ്പുകൾ ഇവിടെ വരുന്നുണ്ട്. ഇത് പാസേജിലതാണ്. ബെഡ്റൂം 3 എന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലാമ്പിനുള്ള പോയിൻ്റുണ്ട്. ഇവിടെ ഫാന്, ഇതൊരു ഫാന്,
ഇതൊരു ഫാന്. ഇത് ഫാനല്ല, ഇത് ലാമ്പാണ്. ഇതൊരു കൺസീൽഡ് ലാമ്പ്. ഇതൊരു ഫാനാണ്. ഇത് ലാമ്പാണ്. ഈ പോയിൻ്റ് സ്റ്റെയറിൻ്റെ അവിടെ റൗണ്ട് ചെയ്ത് ട്യൂബ് സ്ട്രിപ്പ്, ലൈറ്റ് സ്ട്രിപ്പ് വരേണ്ട അതാണ്. നമ്മൾ ഈ റൂമിനകത്ത് ലോഫ്റ്റിൻ്റെ മുകളിൽ വരും. ഇത് ചേട്ടൻ പൂജാമുറിക്കകത്ത് നിന്ന് കൊണ്ടുവന്ന് 45 സെൻറ്റിമീറ്ററിൽ വെക്കാൻ പറഞ്ഞ ഒരു പോയിൻ്റാണ്. ഔട്ട് സൈഡിൽ വരുന്ന ട്യൂബ് സ്ട്രിപ്പിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ ഒരു പോയിൻ്റ് ഇവിടെ ഈ സൈഡിലേക്ക് വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അകത്തേക്ക്, കിച്ചണിനകത്തേക്ക് കോർണറിലേക്ക് LED ലൈറ്റ് സ്ട്രിപ്പിൻ്റെ കൺട്രോൾ വരുന്ന രീതിയിൽ അകത്തോട്ടും വെച്ചിട്ടുണ്ട്.